ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി സർജറി അല്ലാണ്ട് ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഫിസിഷ്യനെ കാണിച്ചിട്ടും അവർക്ക് അധികം ചെയ്യാനില്ല. ഈ ഒരു ഹോർമോൺ ഇഷ്യൂ കാരണം ബ്രസ്റ്റിന്റെ സൈസ് ഇങ്ങനെ കൂടുക എന്നുള്ളത് അത് വളരെ റെയറാണ്. യൂഷ്വലി ജനറ്റിക് ആയിട്ട് ജനിതകമായിട്ട് വരുന്നൊരു സൈസ് കൂടുതലോ അല്ലെങ്കിൽ അമിതവണ്ണം കാരണമുള്ള സൈസ് കൂടുതലോ ആണ് മെയിൻ റീസൺസ്. അപ്പോൾ അതിന് യു ക്യാൻ മീറ്റ് എ ജനറൽ സർജൻ. ചിലപ്പോൾ അതിൻ്റെ അകത്ത് സിസ്റ്റോ അല്ലെങ്കിൽ മുഴയൊക്കെ ഉണ്ടെങ്കിലോ സൈസ് കൂടാൻ പറ്റും. ദാറ്റ് ഇസ് റെയർ. അപ്പോൾ അങ്ങനെ കാണിക്കാം, പക്ഷേ അത് സൈസ് കുറയ്ക്കാനുള്ള വേറെ ഓപ്ഷൻസ് അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അപ്പോൾ ബ്രസ്റ്റിന്റെ സൈസ് റിഡക്ഷന് വേണ്ടി ഏറ്റവും കാണേണ്ടത് ഒന്ന് എൻഡോക്രൈൻ ഡോക്ടറെ കാണിക്കാം, ജസ്റ്റ് റൂൾ ഔട്ട് എനി ഹോർമോണൽ ഇഷ്യൂസ്. ഒന്ന്. രണ്ട്, ജനറൽ സർജൻസ്. അവരാണ് ബ്രസ്റ്റിന്റെ അകത്ത് സിസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ മുഴയുണ്ടോ, ചിലപ്പോൾ ഫില്ലോയിഡ് ട്യൂമർ എന്നൊക്കെ പറഞ്ഞ വലിയ മുഴകൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടും, വെയിറ്റും കൂടും. അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ റൂൾ ഔട്ട് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ്, ബ്രസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. ബ്രസ്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് സർജൻസിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇൻഫാക്ട് ഏത് കപ്പ് സൈസ് വേണമെന്ന് പറഞ്ഞാൽ ആ കപ്പ് സൈസിലേക്ക് മാറ്റുന്ന രീതിയിൽ നമുക്ക് വളരെ ഫൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്.